എന്നാ ഭംഗിയെന്ന് നോക്കി. വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് അലയടിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ ഒരു കല്ലുണ്ട്, ഒരു ചെറിയൊരു ഇത്, അവിടെ ഒരു വിളക്ക് കത്തിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ ഒരു ഭാഗത്ത്. അത് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ കുറേ പേരൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ചൂണ്ടയിടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഒരു മാമ അവിടെ നിന്ന് പശുവിനെ കുളിപ്പിക്കുന്നത് കണ്ടായിരുന്നു. അപ്പം കൈ കുടിച്ച് നമ്മൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകും. നല്ല കാറ്റ്. ഞണ്ടിനെ പിടിച്ചാ? ആ, അവിടെ ഞണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ സെറ്റായിട്ട്. ഈ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു വർക്കലയുടെ അത്ര ഫേമസ് ആയിട്ടില്ലല്ലേ? കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അങ്ങ് ഫേമസ് ആവും. ഇപ്പൊ ഇവിടെ അടുത്തൊക്കെ കുറെ റിസോർട്ടൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അങ്ങ് കയറി വരും. വർക്കല വരുന്ന സായിപ്പന്മാരും നോർത്ത് ഇന്ത്യൻസും കൂടുതൽ പേരും ഇപ്പോൾ ഓട്ടോക്കാരെടുത്ത് ഈ ഒരു സ്ഥലം ഇപ്പം ചോദിച്ചു തുടങ്ങിയെന്നാണ് അവിടെ പുറത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത്. ഇവിടെ വള്ളംകളി കണ്ടിട്ടുണ്ടോ? ഇവിടെ അമ്പലത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ആ സമയത്ത് ലീവ് ഒന്നും കിട്ടിയിട്ടില്ല. വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഇത്തവണ ഒന്ന് ലീവിന് ശ്രമിക്കണം. മാർച്ച് മാസം നമ്മുടെ കുംഭത്തിലെ അനിഴം അടുത്ത വർഷമാണ്. അടുത്ത വർഷം. അപ്പം ഇവിടുത്തെ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പുത്തൻകുളം പ്ലാവിള ദേവി ക്ഷേത്രത്തിൽ അന്നാണ് ഉത്സവം. അപ്പോൾ ഇവിടുത്തെ വള്ളംകളി കണ്ടിട്ട് വേണേൽ നമുക്ക് നൈറ്റ് അവിടെ ആഘോഷിക്കുകയും ചെയ്യാം. പക്ഷേ ഇത്തവണ ഞാൻ ഇവിടെ വന്ന് വള്ളംകളി ഷൂട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. അപ്പം നൈറ്റായി എന്തൊക്കെയോ ഇത് കാരണം അതിന്റെ ഫൈനൽ കിടന്നില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫൈനൽ ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ നടത്തിയില്ല. എന്തോ കാരണത്താൽ മാറ്റി വെച്ചു, എല്ലാവരും തിരിച്ചു പോയി. ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പക്ഷെ അടുത്ത വർഷം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയില്ലേ? ഇപ്പൊ വള്ളത്തിൽ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വള്ളത്തിലൊക്കെ യാത്ര ചെയ്യായിരുന്നില്ലേ? പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് വൈബ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ്. ഇപ്പൊ യക്ഷികാവ് അതും സൂക്ഷിക്കണം. അത് ഇവിടെയെന്നല്ല, എവിടെ പോയാലും സൂക്ഷിക്കണം. കായലിൽ കൂടി കുറേ കുട്ടികൾ വരുന്നുണ്ടില്ലേ? അവര് എന്തുവാണ് സംഭവം എന്നറിയാൻ വയ്യല്ലേ? ഇവിടെ വിളക്ക് ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് വന്നതായിരിക്കും. അവര് ഇന്ത്യയുടെ കൊടി അവിടെ കുത്തിവെക്കാൻ വന്നതാണ് കേട്ടോ. അത് സ്വാതന്ത്ര്യദിനമായിട്ട് കണ്ടില്ലേ? 3 കുട്ടികൾ ഇന്ത്യയുടെ കൊടി കാവിൻ്റെ അവിടെ, ആ കായലിൻ്റെ അവിടെ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സ്ഥലത്ത് അവർ ഇന്ത്യയുടെ കൊടി കുത്തിവെക്കുകയാണ് ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളെ നാട്ടില് അവിടെ നിന്ന് നടന്ന് വന്ന് ഇങ്ങനെ വിളക്ക് കത്തിക്കാനൊക്കെ പറ്റും. അത് സംഭവം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ കുട്ടികൾ കൊടി കുത്തിവെക്കാനായിട്ട് അവിടെ വന്നതുകൊണ്ട് നടന്ന് ഞാൻ തിട്ടയുണ്ടല്ലേ? അപ്പോൾ എനിക്ക് നല്ല കാറ്റ് കേട്ടാ. അത് നമ്മൾ അവിടെ നിന്ന് വന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് കായലിൻ്റെ ഇങ്ങോട്ട് വന്ന ഒരു പ്രത്യേക രസമാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്നപ്പം ഇവിടെ കണ്ടില്ലേ ഒരു വള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഞാൻ വന്നപ്പോൾ 2-3 വള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അങ്ങനെയുള്ള ഒരു വള്ളത്തിൽ ഇവിടെ നിന്ന് അപ്പുറത്ത് ചിത്തങ്കല്ലെന്ന് പറയുന്ന വേറൊരു ക്ഷേത്രമുണ്ട് ഈ ഒരു കാലിൻ്റെ നടുക്കായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് നല്ല രസമാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരും. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് മുമ്പ് തന്നെ അത് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഈ വർക്കലയൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പരവൂരും ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റ്, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏരിയ ഇതൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മുട്ടർക്കൽ പൂജ ഇപ്പോൾ ഒരു 5:45 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ തുടങ്ങും. അപ്പോൾ ആ ടൈമാകുമ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പ്രകൃതി സൗന്ദര്യം കണ്ടപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ നിന്നത്. കണ്ടില്ലേ? ആ കാണുന്നതാണ് ക്ഷേത്രം, ഇത് കായൽ. അത്രയ്ക്ക് അടുത്താണ്. എന്ന് വെച്ചാൽ ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ ഫുള്ള് കായൽ. വള്ളംകളിയുടെ അതിഗംഭീരമാണ്. ഒരുപാട് തെങ്ങും കാര്യങ്ങളും. അവിടെ 2-3 റിസോർട്ടുകൾ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ആൾക്കാരെയും കയറ്റി ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പരവൂർ നാടും ഈ ഒരു പരവൂരിനടുത്തുള്ള പെരുമ്പുഴ നെടുങ്കോലത്തുള്ള ഈ ഒരു കയാക്കിനിങ്ങും ടൂറിസം മേഖലയല്ല. അതിനെപ്പറ്റി അറിഞ്ഞൂടാത്ത കുറേ പേർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ കുറേ കാര്യങ്ങളും കൂടി മനസ്സിലാവും. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരണം എന്നുള്ളവർക്ക് പരവൂര് വന്നിട്ട് ചാത്തന്നൂർ പോകുന്ന റൂട്ടിന് നെടുങ്കോലം എത്തുന്നതിന് പുക്കുളം അവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴെ ഇങ്ങ് വന്നാൽ മതി ഇറങ്ങി വണ്ടിയായിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സ്പോട്ട്. അടിപൊളി വൈബാണ് കേട്ടോ. ഓണത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങണം. അടിപൊളിയായി.